ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഈ ലോകത്തിൻ്റെ സംഭവവികാസങ്ങൾ മനുഷ്യനെ ഭയപ്പെടുത്തുന്നു. ഒരെത്തും പിടിയും കിട്ടാത്ത സ്ഥിതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അരാജകത്തിലേക്കും അക്രമത്തിലേക്കും ലോകം മാറുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവവചന പ്രവചന നിവൃത്തിയിലേക്ക് ഈ ലോകം അടുക്കുന്നു എന്നതാണ് ആ സത്യം. ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ കുതിച്ചുകയറ്റം ലോകത്തെ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന നിലയിലേക്ക് എത്തിച്ചു. ലോകത്തിൻ്റെ ഏത് കോണിലും ഇരുന്ന് തമ്മിൽ കണ്ട് സംസാരിക്കാൻ ഉതകുന്ന തരത്തിൽ ശാസ്ത്രം വളർന്നു കഴിഞ്ഞു. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് സഞ്ചരിച്ച് അവിടെ കുടിപാർക്കുവാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ സന്ദേശങ്ങൾ ഇമെയിൽ അയക്കുന്ന പോലെ ഭൂമിയിലെ വസ്തുക്കളെയും എന്തിനു മനുഷ്യനെ വരെ അയക്കുവാനുള്ള പദ്ധതികളാണ് ശാസ്ത്രലോകം ഉറ്റുനോക്കുന്നത്. മറുവശത്ത് മനുഷ്യനെ ചുട്ടുകരിക്കാനുള്ള ആയുധങ്ങൾ രാജ്യം സംഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ യുദ്ധങ്ങളും കലാപങ്ങളും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അന്തമില്ലാത്ത ഈ യുദ്ധത്തിന് കാരണം? ലോകത്തിൻ്റെ അരാജകത്വത്തിന് കാരണക്കാരൻ ആരാണ്? അധികാരം മനുഷ്യകരങ്ങളിൽ വന്നിട്ടുള്ളിടത്തെല്ലാം അത് ദുഷിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. എല്ലാം എൻ്റെ കയ്യിലൊതുക്കിയാൽ ഞാനെല്ലാം നന്നായി ചെയ്യാമെന്ന് പറഞ്ഞ് അനേകം ദേശാധിപതികൾ, ഏകാധിപതികൾ ലോകത്തിൽ പിറവിയെടുത്തിട്ടുണ്ട്. മനുഷ്യൻ കെട്ടിയെടുത്തൊക്കെയും തല്ലി തകർത്തും മനുഷ്യനെ കൊന്നുപൊടിച്ചും മുന്നേറിയ അവർ വാഗ്ദത്തം ചെയ്തത് നല്ലൊരു രാജ്യമായിരുന്നു. അതിനായി ലക്ഷക്കണക്കിന് നിരപരാധികളെ അവരെ അറുങ്കൊല ചെയ്തു. ചരിത്രം അതിന് സാക്ഷിയാണ്. മനുഷ്യനൊരുക്കിയ വിപ്ലവങ്ങളെല്ലാം ആ രക്തത്തിന്മേൽ സ്ഥാപിച്ച സാമ്രാജ്യങ്ങളാണ്. അവർ കൊന്നുകൊഴിച്ചു മൂടിയ നിരപരാധികളുടെ അസ്ഥികൂമ്പാരങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആ വാക്കുകളുടെ ദുഃഖ തീവ്രത ശരിക്കും ഗ്രഹിക്കുവാൻ സാധിക്കുമായിരുന്നു. ഹിറ്റ്ലർ തുടങ്ങിയ സ്വേച്ഛാധിപതികൾ ചെയ്ത നീച പ്രവൃത്തികൾ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമാണ്. ഇന്നത്തെ ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി ഒരു ഏകാധിപതിയുടെ കീഴിൽ അമരുവാനുള്ള കാലം സമാഗതമായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഈ പോക്കിനെ ദൈവം അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ അനുസരണം കെട്ട ഭൂരിപക്ഷം മനുഷ്യരും ഇത്തരമൊരു ഏകാധിപതിയുടെ കീഴിൽ അമരുവാനും ദൈവാധിപത്യത്തെ കാത്തിരിക്കുന്ന അനേകർ കൊല്ലപ്പെടുവാനുള്ള കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സമ്പൂർണ്ണ ഭരണം വരും മുമ്പേ അല്പകാലം സാത്താൻ ഈ ഭൂമിയിൽ ഭരിക്കാനുള്ള ഒരു കാലം വരുമെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ഭയങ്കര കാലമായിരിക്കുമെന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. യാക്കോബിൻ്റെ കഷ്ടകാലമെന്ന് അതിന് പറയുന്നു. അതിനു മുമ്പ് കർത്താവിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവരെ കർത്താവ് വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്തപ്പോൾ 2 പുരുഷന്മാർ, ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞായിട്ട് നാം വായിക്കുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആസ്ഥയ്ക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. തൻ്റെ മക്കളെ ചേർക്കുവാൻ കർത്താവ് വരുവാൻ സമാഗതമായിരിക്കുകയാണ്. അതിൻ്റെ മാറ്റുലികൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി: ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിന് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭയ്ക്ക് വലിയ പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിൻ്റെ കൂടെ എല്ലാ നാളും ആയിരിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ വരവിനായി കാത്തിരുന്ന് നമ്മുടെ വേലയെ തേക്കുവാൻ, കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് തീരുമാനിക്കാം.